സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനെതിരായ വിമർശനങ്ങൾ കഠിനമായി തുടരുമ്പോഴും ഇസ്രായേൽ അതിന്റെ ഗാസ മുന്നേറ്റത്തിൽ യാതൊരു കുറവും വരുത്തുന്നില്ല. വളരെ ശക്തമായ രീതിയിൽ ഗാസ സിറ്റിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് ഇസ്രായേൽ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള മുന്നേറ്റം ഗാസ സിറ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. IDF ഭാഗത്തും ആൾനാശം സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഗാസ സിറ്റിയിൽ ഇസ്രായേലിന് സാധിക്കുന്നു. ധാരാളം ഹമാസിന്റെ ഒളിയിടങ്ങൾ കണ്ടെത്തുവാനും അവ നശിപ്പിച്ചു കളയുവാനും ഹമാസിന്റെ താവളങ്ങൾ ഒന്നൊന്നായി പിടിച്ചെടുത്തുകൊണ്ട് കുറേശ്ശെ മുന്നോട്ട് നീങ്ങുവാനും ഇസ്രായേലിന് സാധിക്കുന്നുണ്ട്. മൊത്തം 10 ലക്ഷം വരുന്ന ജനത്തിൽ നിന്ന് ഏകദേശം 50% ആളുകൾ ഗാസയിൽ നിന്നും ഒഴിഞ്ഞുപോയി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കൂടാതെ ഹമാസിനെതിരായി വലിയ പ്രതിഷേധം ഗാസയിൽ ഉടലെടുക്കുന്നതായും പ്രതിഷേധക്കാരെ ഹമാസ് വധിക്കുന്നതായും ഉള്ള വാർത്തകളും ഗാസയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 3 ആളുകളെ പരസ്യമായി കണ്ണ് കെട്ടി പുറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങൾ ഹമാസ് തന്നെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി നൽകിയിരുന്നു. ഇതുകൂടാതെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം ആളുകൾ തങ്ങളെ ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹമാസിന് നേരെ പ്രകടനം നടത്തുന്നതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കാരണം ഹമാസ് അവരുടെ മനുഷ്യ കവചം നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായി ഗാസയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് തടയുകയാണ്. അവരുടെ അവസാന ശ്രമം എന്ന നിലയിലാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക ടെററിസ്റ്റുകളുടെ കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ നടക്കുന്ന ഷോകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് അവിടുത്തെ ഭരണകൂടങ്ങളെ ബന്ദികളാക്കിക്കൊണ്ട് അവരെ കൊണ്ട് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിപ്പിക്കുകയും അങ്ങനെയെങ്കിലും ഈ ഗാസ മുന്നേറ്റത്തിന് തടയിടാൻ സാധിക്കുമോ എന്നുള്ള ആഗോള മുസ്ലിം ഭീകരതയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ UN കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഗതിയല്ല. വാസ്തവത്തിൽ പാലസ്തീൻ എന്നുള്ളതല്ല അവരുടെ ആവശ്യം. ഞാൻ പല ഡിസ്കഷൻസിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പാലസ്തീൻ എന്നുള്ളതല്ല അവരുടെ ആവശ്യം. അവരുടെ ആവശ്യം ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ പ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് അവിടെ ഒരു ചെറിയ സംഖ്യയാണെങ്കിൽ പോലും ആളുകളെ നിലനിർത്തുന്നത് അറബ് ദേശത്തുള്ള മുഴുവൻ ഇസ്ലാമിക തീവ്രവാദികളുടെയും ലക്ഷ്യമായ ജൂതഹത്യ ഇന്നല്ലെങ്കിൽ നാളെ നിർവഹിക്കാം എന്ന ഒരു പ്രതീക്ഷയോടെ കൂടി തന്നെയാണ് ഈ പാലസ്തീൻ രാജ്യം ഇസ്രായേലിന്റെ മുറ്റത്ത് സ്ഥാപിക്കണം എന്ന് വാശി പിടിക്കുന്നത്. വാസ്തവത്തിൽ ഈസ്റ്റ് ബാങ്ക് കൈവശമുള്ള ജോർദാനിലേക്ക് ഈ പാലസ്തീനുകളെ മാറ്റിപ്പാർപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ ഒരു സൊല്യൂഷനിലേക്ക് ആത്യന്തികമായി ഇത് എത്തും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ജോർദാൻ ഒരിക്കൽ പോലും ഈ വിഷയത്തിൽ വാതുറക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതിരിക്കുന്നത്. ഇത്ര തീവ്രമായ യുദ്ധം ഇവിടെ നടക്കുമ്പോഴും ഈജിപ്തും സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുമ്പോഴും ഇറാൻ ഇതിനെതിരെ അവർക്കാവും വിധമുള്ള എല്ലാ ഭീകര പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുമ്പോഴും സിറിയയിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ലെബനോണിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും തീർത്തും സൈലന്റ് ആയി നിൽക്കുന്ന ഒരൊറ്റ രാജ്യം മാത്രമേ ഉള്ളൂ, അത് ജോർദാനാണ്. കാരണം ജോർദാൻ അറിയാം, ജോർദാന്റെ കയ്യിൽ ഈസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന വാഗ്ദത്ത ഭൂമിയുടെ നല്ലൊരു ഭാഗം അവരുടെ കയ്യിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് നേരെ വിരൽ ചൂണ്ടിയാൽ അവർ നാളെ കൃത്യമായിട്ട് ഇതിലേക്ക് ചൂണ്ടും, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങൾക്കിത് വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു മീഡിയേഷൻ പ്രപ്പോസൽ എന്ന നിലയിൽ ഈസ്റ്റ് ബാങ്കിലേക്ക് പാലസ്തീനുകളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ള നിർദ്ദേശം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കൃത്യമായ ഭയത്തിന്റെ പേരിൽ മാത്രമാണ് ജോർദാൻ 100% ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം ജോർദാൻ എന്ന് പറയുന്ന ഇത് നമുക്ക് ലോകത്തെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ. ഞാനിതൊരു പ്രഡിക്ഷൻ നടത്തുന്നൊന്നുമല്ല, ലോകത്തെല്ലാവർക്കും അറിയുന്ന കാര്യമാണിത്. അപ്പൊ ഈ ജോർദാൻ എന്ന് പറയുന്ന പ്രദേശം ഞാൻ ഇതിന് മുൻപത്തെ ഡിസ്കഷനിൽ സൂചിപ്പിച്ചതുപോലെ അതിനങ്ങനെ വ്യക്തമായ ഒരു ഐഡന്റിറ്റി ഒന്നുമില്ല. അതങ്ങനെ വലിയ ചരിത്രമുള്ളൊരു രാജ്യമൊന്നുമല്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നതുപോലെ അവിടെ എദോമ്യരും മൊവാബിയരും ഒക്കെ താമസിച്ചിരുന്ന പ്രദേശമാണ് ബൈബിളിക്കൽ പീരീഡ് കഴിഞ്ഞിട്ട്. അതിനുശേഷം 4-ാം നൂറ്റാണ്ടിലാണ് നബാറ്റിയൻ അറബ്സ് എന്ന് പറയുന്ന ഒരു അറബ് ഗ്രൂപ്പ് ആ പ്രദേശം പിടിച്ചെടുക്കുന്നത്. നബാറ്റിയൻ അറബ്സ് എന്നാണ് അവർ പറയുന്നത്. അവരും സൗദി അറേബ്യയിൽ നിന്നുള്ള ഗ്രൂപ്പാണ്. അവര് ഈ പ്രദേശം പിടിച്ചെടുക്കുകയും പെട്ര ആസ്ഥാനമാക്കിക്കൊണ്ട് ഈ പ്രദേശം ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് റോമാ സാമ്രാജ്യം ശക്തി പ്രാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 1.5 നൂറ്റാണ്ട് മാത്രമേ ഇവർക്ക് അവിടെ ഭരണം നടത്താൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് ഇത് റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലാവുന്നു. അതിനുശേഷം അത് ബൈസന്റൈൻ ഭരണത്തിന്റെ കീഴിലാവുന്നു. ഏകദേശം 15-ാം നൂറ്റാണ്ടോടുകൂടി ബൈസന്റൈൻ ഭരണത്തിന്റെ അവസാനത്തിൽ 15-ാം നൂറ്റാണ്ടില് അത് ഓട്ടോമാൻ എംപയറിന്റെ കീഴിലാവുന്നു.
അപ്പൊ ആ പ്രദേശം ദീർഘകാലമായി റോമൻ ഭരണത്തിന്റെ കീഴിലും പിന്നെ ഓട്ടോമൻ എംപയറിന്റെ കീഴിലുമുള്ള ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത പ്രദേശമാണ്. അതായത് ഈ പാലസ്തീന റീജിയണിൽ കുടിയേറിയ അറബികളെ പോലെ തന്നെയുള്ള നാടോടികളായിട്ടുള്ള അറബികൾ വസിച്ചിരുന്ന ഒരു പ്രദേശം മാത്രമാണ് ജോർദാൻ. ഈ പാലസ്തീനികളെ പോലെ തന്നെയുള്ള ആളുകളാണ് ജോർദാനിലും വസിക്കുന്നത്. അല്ലെങ്കിൽ ജോർദാനിലും പാലസ്തീനിലും ഉള്ളത് ഒരേ തരം ആളുകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ജോർദാനുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് പാലസ്തീനികൾ തന്നെയാണ് എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. അപ്പൊ ഈ പറയുന്ന ഈ വാഗ്ദത്ത ഭൂമി 2000 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽക്കാരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അവരുടെ തറവാട് അവരെ തിരിച്ചു പിടിക്കാൻ എത്തുന്ന സമയത്ത് അവരുടെ കണ്ണിലുണ്ടായിരുന്നത് അവരുടെ മുഴുവൻ പ്രദേശവും തന്നെയാണ്. അപ്പൊ ആ മുഴുവൻ പ്രദേശത്ത് നിന്ന് അവരെ ഈസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ജോർദാന്റെ കിഴക്ക് ഭാഗം അവർ വിട്ടുകൊടുത്തത് ഈ അറബ് വംശജർ അവിടെ പോയി വസിച്ചുകൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷെ അറബ് വംശജർ അവിടുന്ന് വിട്ടുപോവാതെ ഈ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിനോട് ചേർന്ന പ്രദേശങ്ങളിലും തമ്പടിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം, അവരെ പിന്തുണയ്ക്കുന്നവരുടെയും അടിസ്ഥാനപരമായ ഉദ്ദേശം ഏതെങ്കിലും ഒരു കാലത്ത് ഈ ജൂതന്മാരെ ഇവരെ ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. 1948-ലും 67-ലും 73-ലും യുദ്ധങ്ങൾ വഴി ശ്രമം നടത്തി നോക്കി. ഒരു തരത്തിലും ഇസ്രായേൽക്കാരോട് പിടിച്ചു നിൽക്കാനാവുകയില്ല എന്ന് മനസ്സിലായപ്പോൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ആദ്യം PLO ഉപയോഗിച്ചും പിന്നീട് ഇസ്ലാമിക് ബ്രദർഹുഡിനെ ഉപയോഗിച്ചും അതിനുശേഷം ഹെസ്ബുള്ളയെ ഉപയോഗിച്ചും പിന്നീട് പാലസ്തീനിക് ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉപയോഗിച്ചും ഹാമാസിനെ ഉപയോഗിച്ചും അവസാന ഹൂത്തികളെ ഉപയോഗിച്ചും ഒക്കെ ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പിൻപിൽ എൻ്റയർ ഇസ്ലാമിക ലോകത്തെ തീവ്രവാദികളുടെ പിന്തുണയുണ്ട്. അത് എൻ്റയർ ഇസ്ലാമിക ലോകത്തിലെ തീവ്രവാദികളുടെ സാമ്പത്തിക സഹായവുമുണ്ട്. അപ്പൊ ഈ ഏതെങ്കിലും തരത്തിൽ ജ്യൂസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് പാലസ്തീൻ രാജ്യം സ്ഥാപിച്ചു കിട്ടുക എന്നതിനേക്കാളും അറബ് വംശജർക്ക് പ്രധാനം എന്നുള്ളത് അവരുടെ എല്ലാ കാലത്തെ പ്രവൃത്തികളിൽ നിന്നും വ്യക്തമാണ്. കാരണം ഒരു പാലസ്തീൻ എന്നുള്ളത് ഒരു കാലത്തും ഈ തീവ്രവാദ സംഘടനകളുടെ ആവശ്യമായിരുന്നില്ല. അവരെ സംബന്ധിച്ച് പുഴ മുതൽ കടൽ വരെ, ഹെസ്ബുള്ള പറയുന്നത് പുഴ മുതൽ കടൽ വരെ, ഹമാസ് പറയുന്നത് പുഴ മുതൽ കടൽ വരെ, പാലസ്തീനിക് ഇസ്ലാമിക് ജിഹാദ് പറയുന്നത് പുഴ മുതൽ കടൽ വരെ, ഇസ്ലാമിക് ബ്രദർഹുഡ് മുസ്ലിം ബ്രദർഹുഡ് പറയുന്നത് പുഴ മുതൽ കടൽ വരെ, വിച്ച് മീൻസ് ദർ ഈസ് നോ ജ്യൂസ്. അവിടെ ജ്യൂസിന് സ്പേസ് ഇല്ല. അപ്പൊ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്ന പാലസ്തീൻ എന്ന് പറയുന്ന അതിർത്തികൾ ഒരിക്കലും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഏത് പാലസ്തീനെ കുറിച്ചാണ് ഈ UN ജനറൽ അസംബ്ലിയിൽ ഇവർ സംസാരിക്കുന്നത്? ഗാസയും വെസ്റ്റ് ബാങ്കും മാത്രം അടങ്ങുന്നതാണോ? അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞിട്ടേ ഇല്ല. പാലസ്തീൻ രാജ്യം വേണമെന്നല്ലാതെ പാലസ്തീൻ രാജ്യത്തിന്റെ അതിർത്തികൾ ഡിഫൈൻ ചെയ്തുകൊണ്ടല്ല ഈ 10 രാജ്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച രാജ്യങ്ങൾക്ക് അതിർത്തി അറിയാമായിരുന്നു. ഇപ്പൊ പറഞ്ഞ ഈ രാജ്യങ്ങൾ അതിർത്തികൾ പോലും പറയാതെയാണ് പാലസ്തീൻ രാജ്യം വേണം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ രാജ്യത്ത് കുടിയേറി ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് നമ്പറിൽ വളർന്ന് അവരുടെ തെരുവുകളിൽ കലാപം സൃഷ്ടിക്കുവാൻ മാത്രം ശക്തി ആർജിച്ച ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളെ ഭയന്നിട്ടാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ, ഇതിനു മുൻപ് എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പാലസ്തീൻ രാജ്യം സ്ഥാപിക്കണമെങ്കിൽ. 48 മുതൽ എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞു. ഇതിനിടയിലൊക്കെ ഇവരൊക്കെ ഇസ്രായേൽ ഏറ്റവും അധികം സ്വാധീനമുള്ള രാജ്യങ്ങളാണ്. ബ്രിട്ടൻ ആയിക്കൊള്ളട്ടെ, ജർമ്മനി ആയിക്കൊള്ളട്ടെ, ഫ്രാൻസ് ആയിക്കൊള്ളട്ടെ, ഏത് യൂറോപ്യൻ രാജ്യമാണെങ്കിലും ഇസ്രായേൽ ഏറ്റവും അധികം സ്വാധീനമുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ അവരുടെ ഡിപ്ലോമാറ്റിക് പവേഴ്സ് ഉപയോഗിച്ച് ഇവിടെ പാലസ്തീൻ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ അവരിപ്പോൾ ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഇവരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ലോകം ഇപ്പോൾ കാണുന്ന പ്രദേശം ഇറേസ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു മൊമെന്റിൽ പാലസ്തീൻ രാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങിയതിന്റെ ഉദ്ദേശശുദ്ധി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ രാജ്യങ്ങളിൽ അതാത് ഗവൺമെന്റുകളുടെ കഴുത്തിന് പിടിച്ചു നിൽക്കുന്ന ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളുടെ വിജയമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ യൂറോപ്പിൽ ക്രിസ്ത്യൻ റൈറ്റ് വിങ് പൊളിറ്റിക്സ് ശക്തി പ്രാപിക്കുന്നത്. ഇത് ഏറ്റവും അധികം ശക്തി പ്രാപിച്ചിട്ടുള്ളത് അമേരിക്കയിലാണ്. അതുകൊണ്ട് അമേരിക്കയിൽ ഇത്തരം ജിഹാദി പ്രസ്ഥാനങ്ങൾക്ക് ഒരു തരത്തിലും അമേരിക്കൻ ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താനാവില്ല. അതിന് മാത്രമുള്ള യാതൊരു ശേഷിയും അവർക്കില്ല. അവിടെ പാലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയ പിറ്റേ ദിവസം അവരെ തൂക്കിയെടുത്ത് രാജ്യത്തിന് വെളിയിലേക്ക് എറിയും എന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അവർക്കിടെ നടത്താൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ ഗവൺമെന്റിനെ ഒരു തരത്തിലും ഭീഷണിപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല, കൃത്യമായ ക്രിസ്ത്യൻ റിവൈവൽ എന്നുള്ളത് അമേരിക്കയുടെ പോളിസിയാണ്. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് UN പ്രഖ്യാപിക്കുകയുണ്ടായി ലോകത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് പാലസ്തീനികളല്ല ക്രിസ്ത്യാനികളാണ് എന്ന്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ മുസ്ലിം തീവ്രവാദികളാൽ എത്രയോ ക്രിസ്ത്യാനികൾ കഴുത്തറത്ത് ദൈനംദിന അടിസ്ഥാനത്തിൽ കൊല്ലപ്പെടുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ലോകത്തിൽ ആരുമില്ല. പാലസ്തീനിൽ നടക്കുന്ന
ഇസ്രായേലും പാലസ്തീനികളും തമ്മിലുള്ള യുദ്ധത്തിൽ ആളുകൾ വധിക്കുന്നതിനെ കുറിച്ച് നിലവിളിക്കുവാൻ ഈ ലോകം മുഴുവൻ ആളുകളുണ്ട്. പക്ഷെ നിരപരാധികളായ ക്രൈസ്തവരെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കഴുത്തറുത്ത് കൊല്ലുന്നതിനെ കുറിച്ച്, മുസ്ലിം തീവ്രവാദികൾ കഴുത്തറുത്ത് കൊല്ലുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ലോകത്തിൽ ആരുമില്ല. ഇന്ന് പ്രസിഡന്റ് ട്രംപ് യുണൈറ്റഡ് നേഷൻസിൽ പ്രഖ്യാപിച്ചു ലോകത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് പാലസ്തീനികളല്ല, ക്രൈസ്തവരാണ്. വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റിജുവനേഷൻ എന്ന നിലയിൽ അമേരിക്കയെ പോലത്തെ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. ക്രിസ്ത്യാനിറ്റിയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രസംഗിച്ചു നടന്ന ചാർലി കിർക്കിനെ അമേരിക്കയിൽ തീവ്രവാദികൾക്ക് വധിച്ചു കളയുവാൻ സാധിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഇരട്ടി ശക്തിയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഉണ്ടായതെന്ന് അതിനുശേഷമുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. ബ്രിട്ടനിലായിക്കൊള്ളട്ടെ, ജർമ്മനിയിലായിക്കൊള്ളട്ടെ, ഫ്രാൻസിലായിക്കൊള്ളട്ടെ, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും വലതുപക്ഷ ക്രിസ്ത്യൻ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനിലെ ഗവൺമെന്റ് ആടി കളിക്കുകയാണ്. ബ്രിട്ടനിലെ ഗവൺമെന്റിന് 6 മാസത്തിലധികം ആയുസ് ആരും വിധിക്കുന്നില്ല. ഇന്ന് വീണാലും അത്ഭുതപ്പെടാനില്ല എന്ന അവസ്ഥയിലാണ് ബ്രിട്ടനിലെ ലേബർ പാർട്ടി ഗവൺമെന്റ് ഉള്ളത്. നാളെ ഒരു ഇലക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് പിളർന്നു പോയിട്ടുള്ള ബ്രിട്ടനെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ പ്രസ്ഥാനം ഇവോൾവ് ചെയ്തു വന്ന് ഇലക്ഷനിൽ അവർ ഭൂരിപക്ഷം നേടും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇത് ബ്രിട്ടനിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ക്രിസ്തീയതയിലേക്ക് തിരിച്ചു പോവുക, ബൈബിളിലേക്ക് തിരിച്ചു പോവുക, ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള നിലയിലുള്ള വലിയ ചിന്ത ഈ ഇസ്ലാമിക തീവ്രവാദം കൊണ്ട് കണ്ടുമടുത്ത, ഭയന്നുമടുത്ത അവർ അതിലേക്ക് തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ളത് എന്ന് തിരിച്ചറിയണം. ആത്യന്തികമായി ഈ പാലസ്തീൻ പ്രശ്നത്തിന് എന്തായാലും ഇവരുടെ ഈ UN വന്ന പ്രമേയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ UN വന്ന പ്രസ്താവനകൾ കൊണ്ടോ ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന് യാതൊരു ശമനവും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നെതന്യാഹു അതിന്റെ അന്ത്യം കണ്ടേ അടങ്ങുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഡിസ്കഷനിലും സൂചിപ്പിക്കുന്നത് പോലെ, എല്ലാവർക്കും അറിയാവുന്നത് പോലെ, ഒരു രാജ്യത്ത് വന്ന് ഭീകരപ്രവർത്തനം നടത്തി, തീവ്രവാദ പ്രവർത്തനം നടത്തി, അവിടുത്തെ 1500 മനുഷ്യരെ ലോകം മുഴുവൻ കാണെ നിഷ്കരുണം വധിച്ച് അതിന്റെ വീഡിയോകൾ എടുത്ത് ലോകം മുഴുവൻ പ്രസിദ്ധീകരിച്ച് ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് നെഞ്ചുവിരിച്ച് പ്രഖ്യാപിച്ച് അവിടെ നിന്ന് 250 ആളുകളെ കൊന്നും കൊല്ലാതെയും പിടിച്ചുകൊണ്ടുപോയി തീവ്രവാദ പ്രവർത്തനം നടത്തിയ ഒരു സംഘം, ആ സംഘത്തോട് കീഴടങ്ങാൻ പറയാതെ, ആ സംഘത്തോട് തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പറയാതെ, പാലസ്തീനെ അംഗീകരിക്കാൻ പറയുന്നതിനകത്ത് യാതൊരു ന്യായവുമില്ല എന്ന് പറയുന്നവർക്ക് തന്നെ ബോധ്യമുണ്ട്. ആർക്കും അറിയാവുന്ന, ഏത് കൊച്ചുകുഞ്ഞിനും മനസ്സിലാവുന്ന ഒരു ന്യായമാണ്, ഈ പ്രശ്നം തീരണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് അവർ പിടിച്ചുകൊണ്ടുപോയ മനുഷ്യരെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് വേണ്ടത്, ആരാണോ അത് ചെയ്തത് അവർ ആയുധം വെച്ച് കീഴടങ്ങി, നിരുപാധികം കീഴടങ്ങി മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി കൊടുത്തുകൊണ്ട്, ദുഷ്ടത ചെയ്ത ആളുകളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി കൊടുത്തുകൊണ്ട്, തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളുടെ വാദങ്ങൾ സമ്മതിച്ചു കൊടുത്തുകൊണ്ട്, കൊള്ള നടത്തിയവരുടെ വാദങ്ങൾ സമ്മതിച്ചു കൊടുത്തുകൊണ്ട്, അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, അവരാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട്, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പറഞ്ഞാൽ മറുഭാഗത്തിന് കരുത്തുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല, കരുത്തില്ലെങ്കിൽ അവർ സമ്മതിക്കും. പക്ഷെ മറുഭാഗത്തിന് കരുത്തുണ്ട്, അതുകൊണ്ട് അവരത് സമ്മതിക്കാൻ പോകുന്നില്ല. അവരെ തോൽപ്പിക്കാൻ തൽക്കാലം ആരെക്കൊണ്ടും സാധിക്കുകയുമില്ല. അതുകൊണ്ട് അവർ മുന്നേറുക തന്നെ ചെയ്യും.